വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: യേശു സ്ത്രീയോട് സംസാരിച്ചത് എവിടെയാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കിണറിന്റെ കരയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 2. യേശു പറഞ്ഞു, സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ആരെന്ന്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മിശിഹ. ക്വസ്റ്റ്യൻ നമ്പർ 3. യേശു എവിടെയിരുന്ന് ശിഷ്യന്മാരോട് കൂടി? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 4. നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് എന്നു പേരായ ഒരു ആരുണ്ടായിരുന്നു? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ധനികൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്ന് പറഞ്ഞത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇവനാണ് ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ എന്ന വാക്ക് പറയുന്നത് എപ്പോൾ? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അടയാളം കണ്ട ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 7. ശേഷിച്ചവർ ഡാഷ് തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഫിലിസ്തീർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പാളയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 8. യാത്ര ചെയ്ത് ക്ഷീണിച്ച ഈശോ ആ കിണറ്റിൻകരയിലിരുന്നു. ആരുടേതായിരുന്നു ആ കിണർ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യാക്കോബ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഈശോ അവളോട് പറഞ്ഞു, നീ പോയി എന്ത് ചെയ്യുക? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭർത്താവിനെ കൊണ്ടുവരിക. ക്വസ്റ്റ്യൻ നമ്പർ 10. തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ഡാഷ് ബലിയർപ്പിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, തന്നെ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 11. വിശുദ്ധ ലിഖിതങ്ങളിൽ എന്തുണ്ട് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിത്യജീവൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. നവോമിയുടെ ഡാഷ് എലിമേലെക്ക് മരിച്ചു, അവളും പുത്രന്മാരും ശേഷിച്ചു. റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഭർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 13. നിക്കോദെമസ് ആരായിരുന്നു?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫരിസേയൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. ബഥാനിയ ജെറുസലേമിനടുത്ത് എത്ര സ്ഥാദിയോൺ ദൂരത്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 15 സ്ഥാദിയോൺ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഏതുദ്ദേശത്താൽ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതുണ്ടെന്ന് യേശു പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശ്വാസികൾക്ക് നിത്യജീവൻ ലഭിക്കാനായി. ക്വസ്റ്റ്യൻ നമ്പർ 16. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി. ആര്? വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 17. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് എന്താണ്? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മാംസം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഒരു വെളിപാടനുസരിച്ചാണ് ഞാൻ പോയത്. അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ഞാൻ വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന എന്ത് സ്വകാര്യമായി അവതരിപ്പിച്ചു? ഇത് ഞാൻ ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സുവിശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 19. യഥാർത്ഥ ആരാധകർ എന്തിൽ ആരാധിക്കും? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ആത്മാവിലും സത്യത്തിലും. ക്വസ്റ്റ്യൻ നമ്പർ 20. വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത ഇവ എന്താണെന്ന് ഗലാത്യ 5-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജഡത്തിന്റെ വ്യാപാരങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 21. എൽക്കാനയുടെ ഏത് ഭാര്യയ്ക്കാണ് മക്കൾ ഇല്ലാതിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹന്നായ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഡാഷ് പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, കർത്താവിന്റെ പേടകം നാം എന്ത് ചെയ്യണം? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 23. യേശുക്രിസ്തുവിലുള്ള വർദ്ധങ്ങളുടെ ജഡത്തെ എന്തു ചെയ്തിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 24. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവന് ഡാഷ് പേരിട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 25. ഏത് ശബ്ദം മനുഷ്യൻ കേൾക്കുന്നുവെന്ന് യേശു പറഞ്ഞു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കാറ്റിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 26. യഹൂദരോട് യേശു മറുപടി പറഞ്ഞ വാക്ക് ഏത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഈ ദേവാലയം നശിപ്പിക്കുവിൻ, 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 27. യേശു തന്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ആരിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പിതാവിന്റെ അടുക്കൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 28. യേശു പറഞ്ഞ പ്രകാരം
പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ എങ്ങനെയാണ് വിധിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നീതിയായി. ക്വസ്റ്റ്യൻ നമ്പർ 29. യേശു തന്റെ അമ്മയോട് പറഞ്ഞത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല. ഇതെന്തിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവന്റെ പൊതുജന പ്രവർത്തനം ആരംഭിക്കാൻ സമയമല്ല. ക്വസ്റ്റ്യൻ നമ്പർ 30. കർത്താവിന്റെ പേടകം അവിടെ എത്ര വർഷം ഇരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 20 വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 31. ബേത്സൈദ കുളത്തിന്റെ അടുത്ത് കിടന്നിരുന്നത് ആര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കുരുടരും മുടന്തരും തളർവാദക്കാരുമായ രോഗികൾ. ക്വസ്റ്റ്യൻ നമ്പർ 32. എല്ലാ മനുഷ്യരെയും ഡാഷ് യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പ്രകാശിപ്പിക്കുന്ന. ക്വസ്റ്റ്യൻ നമ്പർ 33. വിവാഹം നടന്ന കാനായിൽ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 6. ക്വസ്റ്റ്യൻ നമ്പർ 34. കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ അവിടുത്തോട് എന്ത് പറയാനാണ് ഏലി സാമുവേലിനോട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 35. വചനത്തിന്റെ മഹത്വം എങ്ങനെ നിറഞ്ഞിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കൃപയും സത്യവും കൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 36. യേശു നേരിട്ട് ആരെയും എന്ത് ചെയ്യാതിരുന്നതാണ്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നാനപ്പെടുത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 37. ഹന്ന എവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവസന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. നല്ല ഇടയന്റെ പ്രത്യേകത എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 39. യഹൂദരോട് യേശു മറുപടി പറഞ്ഞ വാക്ക് ഏത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഈ ദേവാലയം നശിപ്പിക്കുവിൻ, 3 ദിവസത്തിനകം ഞാൻ പുനരുദ്ധരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 40. യേശു മനുഷ്യരെ പറ്റി എന്തറിഞ്ഞിരുന്നു? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവരിലുള്ളതെല്ലാം. ക്വസ്റ്റ്യൻ നമ്പർ 41. ഏലി ഒരു ദിവസം തന്റെ മുറിയിൽ കിടക്കുകയായിരുന്നു. അവനൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച ഡാഷ് തുടങ്ങിയിരുന്നു. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മങ്ങി. ക്വസ്റ്റ്യൻ നമ്പർ 42. യേശു കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം വിതരണം ചെയ്തത് എപ്പോഴാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, എല്ലാവരും ഇരുന്ന ശേഷം. ക്വസ്റ്റ്യൻ നമ്പർ 43. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് ആര് മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി? റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നവോമി. ക്വസ്റ്റ്യൻ നമ്പർ 44. മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കണം എന്ന് യേശു പറഞ്ഞത് എവിടെ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കഫർനാമിലെ സിനഗോഗിൽ. ക്വസ്റ്റ്യൻ നമ്പർ 45. മീനുകൾ എത്രയുണ്ടായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2. ക്വസ്റ്റ്യൻ നമ്പർ 46. കിലിയോനിന്റെ സഹോദരൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മഹലോൻ. ക്വസ്റ്റ്യൻ നമ്പർ 47. ശാരീരികമായ ബാഹ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പരിച്ഛേദന കർമ്മത്തിന് നിങ്ങളെ നിർബന്ധിക്കുന്നത്. ക്രിസ്തുവിന്റെ ഡാഷ് പ്രതി പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുരിശിനെ. ക്വസ്റ്റ്യൻ നമ്പർ 48. കർത്താവിന്റെ ഡാഷ് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലേയ എന്നിവരെ പോലെ ആക്കട്ടെ. നീ എഫ്രാത്തായിൽ ഐശ്വര്യവാനും ബേത്ലഹേമിൽ പ്രസിദ്ധനുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭവനത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 49. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ ആരോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിനോട്. ക്വസ്റ്റ്യൻ നമ്പർ 50. അവനെ കൂടാതെ ഉണ്ടായിട്ടില്ലാത്തത് എന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 1. ക്വസ്റ്റ്യൻ നമ്പർ 51. യേശു ദേവാലയത്തെ പറ്റി പറഞ്ഞത് എന്ത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എന്റെ പിതാവിന്റെ ആലയം കച്ചവട സ്ഥലമാക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 52. ആരെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പാവങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 53. ഫിലിപ്പോസ് അന്ത്രയോസിനോട് പറഞ്ഞത് എവിടെ? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കൂട്ടത്തിനരികിൽ. ക്വസ്റ്റ്യൻ നമ്പർ 54. യേശുവിന്റെ സഹോദരന്മാർ അവനിൽ വിശ്വസിച്ചിരുന്നു. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശ്വസിച്ചില്ല. ക്വസ്റ്റ്യൻ നമ്പർ 55. കേപ്പായോടൊപ്പം ജെറുസലേമിൽ എത്ര നാൾ പൗലോസ് താമസിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 15 ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 56. നിങ്ങളെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ആരുടെ വാക്കുകളാണിവ? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. ആരെയാണ് വ്യഭിചാരത്തിൽ പിടിച്ച് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഒരു സ്ത്രീയെ. ക്വസ്റ്റ്യൻ നമ്പർ 58. അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിന്റെ സന്നിധിയിൽ ഡാഷ്. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. 1 സാമുവൽ 7-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക.
ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പകർന്നു. ക്വസ്റ്റ്യൻ നമ്പർ 59. നിങ്ങൾക്ക് എന്ത് വേണ്ട? ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഗലാത്യ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വ്യാമോഹം. ക്വസ്റ്റ്യൻ നമ്പർ 60. യേശുവിനെ കാണുന്നവർ ആരെ കാണുന്നു? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 61. ശാബത്തിൽ ഫരിസേയർ ചെയ്തിരുന്ന പ്രവൃത്തി ഏത്? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പരിച്ഛേദനം. ക്വസ്റ്റ്യൻ നമ്പർ 62. നീ ആരാണ് എന്ന് ചോദിച്ചതാര്? യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 63. എന്തിന്റെ വിളവ് എല്ലാവർക്കും ഉള്ളതാണ്? രാജാവിനും വിളവിൽ ആശ്രയിക്കാതെ വയ്യ. സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭൂമിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 64. കുട്ടിക്കുണ്ടായിരുന്ന മീനുകളുടെ എണ്ണം എത്ര? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 2. ക്വസ്റ്റ്യൻ നമ്പർ 65. ഞാൻ ലോകത്തിന്റെ ഡാഷ് ആണ്. യേശു യോഹന്നാൻ 8-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പ്രകാശം. ക്വസ്റ്റ്യൻ നമ്പർ 66. കർത്താവിന്റെ ഉടമ്പടിയിലൂടെ പേടകം എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഷീലോയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. എന്തിൽ നിന്നാണ് ആത്മാവ് ജനിക്കുന്നതെന്ന് യേശു പറഞ്ഞു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ആത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 68. അയൽക്കാർ പറഞ്ഞത് ഇവൻ എന്ത് ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്ന്? യോഹന്നാൻ 9-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭിക്ഷയാചിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 69. ആര് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു? ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഫിലിസ്ത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 70. എല്ലാ ഡാഷ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുക എന്നത് ദൈവത്തിന് ദാനമാണെന്നും ഞാൻ അറിയുന്നു. സഭാപ്രസംഗകൻ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മനുഷ്യരും. ക്വസ്റ്റ്യൻ നമ്പർ 76. ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 77. ഹന്നയുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 78. അവർ ജനിച്ചത് എന്തിലൂടെ? യോഹന്നാൻ 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മനുഷ്യാഭിലാഷം. ക്വസ്റ്റ്യൻ നമ്പർ 79. ആരാണ് ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്യാൻ ഫിലിസ്ത്യരെ പ്രേരിപ്പിച്ചത്? ശരിയായ ഉത്തരം
ഓപ്ഷൻ സി ഫിലിസ്ത്യ നേതാക്കന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 80. ഏത് ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു വിലപിച്ചുകൊണ്ടിരുന്നു? 1 സാമുവേൽ 7-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 81. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടി എവിടെ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങി? റൂത്ത് 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ മൊവാബിൽ. ക്വസ്റ്റ്യൻ നമ്പർ 82. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യമനുസരിച്ച് പരിച്ഛേദന കർമ്മത്തിന് നിർബന്ധിക്കുന്നവർ എന്തിനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശാരീരികമായ ബാഹ്യ കാര്യങ്ങളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 83. എങ്കിലും അത് മുൻപ് പറയപ്പെട്ടവനെ പോലെയല്ല, അതിന് ഡാഷ് ഉണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സ്വസ്ഥത. ക്വസ്റ്റ്യൻ നമ്പർ 84. പൗലോസ് ആരുടെ കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 85. വചനത്തിനും ദൈവത്തിനുമുള്ള ബന്ധം എന്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഏകത്വ ബന്ധം. വചനം ദൈവമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 86. യേശുവിനെ കൊല്ലാൻ ആലോചിക്കുന്നുവെന്ന് കേട്ടപ്പോൾ ജനങ്ങൾ എന്ത് പറഞ്ഞു? യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിനക്ക് പിശാചുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 87. എന്നാൽ ഞാൻ മാതാവിന്റെ ഡാഷ് ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, തന്റെ കൃപയാൽ അവിടെ എന്നെ വിളിച്ചു. ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഉദരത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 88. ഇസ്രായേൽ എവിടെയാണ് പാളയമടിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി എബനേസറിൽ. ക്വസ്റ്റ്യൻ നമ്പർ 89. കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ലെന്ന് ആരാണ് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഹന്ന. ക്വസ്റ്റ്യൻ നമ്പർ 90. പൗലോസ് ആർക്കാണ് എഴുതുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗലാത്യയിലെ സഭകൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 91. ആരാണ് കർത്താവിന്റെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 92. സഭാപ്രസംഗകൻ 6-ാം അധ്യായം 5-ാം വാക്യമനുസരിച്ച് ആരുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ചാപിള്ളയ്ക്ക് സ്വസ്ഥതയുണ്ടെന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മുൻ പറയപ്പെട്ടവനുമായി. ക്വസ്റ്റ്യൻ നമ്പർ 93. സഭാപ്രസംഗകൻ ആരെക്കുറിച്ചാണ് സകലവും മിഥ്യ എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മനുഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 94. ഇപ്പോൾ ദുർഗന്ധമുണ്ടാകും എന്ന് പറഞ്ഞത് ആര്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മർത്ത. ക്വസ്റ്റ്യൻ നമ്പർ 95. സൂര്യന് കീഴിലുള്ള മനുഷ്യന്റെ അധ്വാനം കൊണ്ട് ആർക്കാണ് ഫലമില്ലാത്തത് എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 96. ആരുടെ മേലങ്കിയാണ് ബോവാസ് വിരിച്ചു പിടിക്കാൻ പറഞ്ഞത്?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, റൂത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 97. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചതാര്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു. ക്വസ്റ്റ്യൻ നമ്പർ 98. ആരുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് അടിമത്തത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യേശു ക്രിസ്തുവിലുള്ളവരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 99. റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ബോവാസ് ആരുടെ അടുത്തേക്കാണ് നഗരവാതിൽക്കൽ പോകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മുൻപ് പറഞ്ഞ ബന്ധു. ക്വസ്റ്റ്യൻ നമ്പർ 100. പൗലോസ് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം പ്രസംഗിച്ചാൽ ആരാണ് ശപിക്കപ്പെട്ടവൻ ആകുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്വർഗത്തിൽ നിന്നുള്ള ദൂതൻ. നന്ദി. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.